ഹല്ലേലൂയ. എല്ലാവരും വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഇനി സ്വർഗത്തിലെത്തുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മാലാഖമാരോട് ചേർന്ന് ഒരു ഹല്ലേലൂയ. ഇനി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. 3 ഹല്ലേലൂയ സ്വരമുയർത്തി എന്ന് പറഞ്ഞേ. ഞാനൊരു ഹല്ലേലൂയ പറയാം, ആ സ്വരത്തിൽ നിങ്ങളൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇനി ഈശോയ്ക്ക് സങ്കീർത്തനം 47:1 പ്രകാരം കൈയടിച്ചൊരു നന്ദി പറഞ്ഞേ. കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്നു. പ്രിയ ദൈവമക്കളെ, 2 കൊറിന്തോസ് 13:5 പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അന്തര്യാമിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു ഉണർവ് കിട്ടും. ആ ഉണർവ് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ അടയാളമാണ്. ആത്മാവ് നമ്മിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവമക്കളാണ്. പക്ഷെ ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ ദൈവാത്മാവിന് നേരെ നമ്മൾ തിരിയണം. ഉൾക്കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അന്തര്യാമിയായ ദൈവത്തെ കാണണം. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമ്മുടെ വശത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ആ ബന്ധ സ്ഥാപനമാണ് ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം ദൈവത്തിൽ നിന്നാണ് വരിക. അതെന്താണെന്നറിയാമോ? കണ്ണു തുറന്നോ പറയാം. ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം. അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് അതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നു. അതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ്, നാം ദൈവത്തിൻ്റെ ശക്തിയോടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അതിൻ്റെ 4ാമത്തെ സ്റ്റെപ്പ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം സ്വീകരിക്കുമ്പോൾ, നമ്മിൽ നിന്ന് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ചു തുടങ്ങുമ്പോൾ, പരസ്നേഹം ഉടലെടുക്കുമ്പോൾ, നമ്മിലൂടെയും മറ്റുള്ളവരുടെയും ഈ സൃഷ്ട പ്രപഞ്ചത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപാശക്തി പ്രവഹിച്ചു തുടങ്ങും. അന്തരീക്ഷം, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒരുപക്ഷെ ഇരുട്ടിൻ്റെ ദുരാത്മാവിൻ്റെ സ്വാധീനത്തിലോ ഉപദ്രവത്തിലോ പീഡിപ്പിക്കപ്പെട്ടോ നശിപ്പിക്കപ്പെട്ടോ കഴിയുന്ന ഈ സൃഷ്ട പ്രപഞ്ചത്തിൻ്റെ അന്തരീക്ഷത്തിലെല്ലാം ദൈവകൃപ നിറയും. അവിടെ ദൈവത്തിൻ്റെ കൃപ നിറയ്ക്കുന്ന, ഈ സ്നേഹം നിറയ്ക്കുന്ന ശുശ്രൂഷ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുകയായി. പ്രിയ ദൈവമക്കളെ, ഞായറാഴ്ച മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും അങ്ങനെ കൃപ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സംഭവം ഓർക്കുകയാണ്. അധികം ദൂരത്തല്ലാത്ത ഒരു കോൺവെൻറ്റിൽ, അതിനടുത്തുള്ള 8-10 വീട്ടുകാർ കൂടി, എറണാകുളം ജില്ലയിലൊരു കോൺവെൻറ്റിലാണ്, അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, ശല്യം ചെയ്യാൻ തുടങ്ങി. എന്തോ കാര്യത്തിന് അവർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു പറ്റം ചെറുപ്പക്കാര് ഈ സിസ്റ്റേഴ്സിനെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം ഇറങ്ങി. രാത്രിയിൽ കോൺവെന്റ് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക്, ജനലിലേക്ക് കല്ലെടുത്തെറിയാൻ തുടങ്ങി. രാത്രി ഒരു 9 മണി മുതൽ തുടങ്ങിയാൽ പുലർച്ചെ 3 മണി വരെ ഇത് തുടരും. അപ്പോൾ അവരെന്നിട്ട് നാട്ടിലൊരു വാർത്ത പ്രചരിപ്പിച്ചു, പിശാച് കോൺവെന്റിൽ കല്ലെറിയുന്നു. സിസ്റ്റേഴ്സ് ഈ കാര്യം ഒരിക്കൽ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ സിസ്റ്റേഴ്സിനോട് പറഞ്ഞത് ഇതാണ്, അവരെ കൊണ്ടത് ചെയ്യിക്കുന്ന ദുരാത്മാവാണ്. പക്ഷേ അതിനോടുള്ള പ്രതികരണം നാം നടത്തേണ്ടത് ദൈവാത്മാവിൻ്റെ ശക്തിയിലാണ്. ആ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്തു ചെയ്തെന്നറിയാമോ? അവർ രാത്രിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ദേവാലയത്തിൽ സക്രാര തുറന്നു വെച്ച് അവർ രാത്രി നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. 1ാമത്തെ ദിവസം സ്തുതിപ്പിൻ്റെ അവസരത്തിൽ സിസ്റ്റേഴ്സിന് സ്തുതിപ്പ് തുടരാൻ പറ്റുന്നില്ല. തൊണ്ടയിൽ വേദന വരുന്നു, ചുമ വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, വയറ്റിൽ വേദന വരുന്നു. ഏതാണ്ട് 1-1:30 ആയി കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചു. ബോംബെയിലേക്കാണ് വിളിച്ചത്. ഞാനന്ന് ബോംബെയിലാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു,
അതുതന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാണെന്നും സാത്താൻ ഇഷ്ടപ്പെട്ടെന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മളൊരു ദൈവിക ശുശ്രൂഷയ്ക്കോ ഒരു ആത്മീയ കർമ്മത്തിനോ ഇറങ്ങുമ്പോൾ, ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ, അവിടെ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ ഉടനടി തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവം ആ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദുരാത്മാവ് അത് തടയാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചറിയുക. സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, മടുക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് മാതാവിൻ്റെ കൂട്ടായ്മയിൽ, മാതാവിൻ്റെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ നിന്ന്, കാവൽമാലാഖമാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ പ്രാർത്ഥനയിൽ തടയുന്ന ആ ദുരാത്മവ്യൂഹങ്ങളെ ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൽ നിർവീര്യമായി പോകട്ടെ. ഞാൻ ബോംബെയിൽ വെച്ച് ഫോണിലൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇപ്പം യാതൊരു കുഴപ്പമില്ല. അവരുടെ പ്രാർത്ഥന തുറന്നു. 7 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് പിൻവാങ്ങി, കല്ലേറും മാറി, എല്ലാ തിന്മയും മാറി. അത് കഴിഞ്ഞ് ആ ഗ്രൂപ്പിൽപ്പെട്ട 3 പേര്, അതിൽ ഒരാളുടെ വീട്ടിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ സിസ്റ്റേഴ്സ് ആദ്യം ചെന്ന് അവരെ സഹായിക്കുന്നു. അതിൻ്റെ പേരിൽ തന്നെ ആ വ്യക്തി പശ്ചാത്തപിച്ച് ബാക്കിയുള്ള 2 പേരും കൂടെ കൂട്ടി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് ചെന്ന് പറഞ്ഞ്, ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതൊക്കെ, ബാക്കിയുള്ളവരും കൂടി നിങ്ങളിനി യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, പോട്ട ബൈബിൾ കൺവെൻഷൻ ഞാൻ വന്നപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇതിൽ 4 പേരെ കൊണ്ടുകൊണ്ട് അവിടെ വന്നിരിക്കുന്നു. അവരെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അതിനുശേഷം മുരിങ്ങൂർ പോയി ധ്യാനം കൂടി ഞങ്ങൾ തെറ്റുതിരുത്തി. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ലോകത്തിൽ നിന്ന് പീഡനമുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സ് മടുക്കരുത്, മനസ്സ് പതരരുത്, തളർന്നു പോകരുത്. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ് നമ്മൾ. എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. കണ്ണുകൾ അടച്ചു പിടിച്ചേ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കുക. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുപുത്രനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അരൂപിയാൽ നിറഞ്ഞ് ജ്വലിച്ച് അഭിഷേകത്തോടെ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവമക്കളായി ജീവിക്കുവാൻ, അങ്ങയുടെ സാക്ഷികളാകുവാൻ, ലോകം മുഴുവനെയും ദൈവകൃപയാൽ നിറയ്ക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിച്ച് അവരെയും ദൈവ പൈതങ്ങളാക്കുവാൻ, ദൈവകൃപയാൽ നിറഞ്ഞ് ദൈവമക്കളായി അഭിഷേകത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഡാൻസ് ചെയ്ത് പാടിക്കോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 വശത്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവിന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകുമാരന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവാത്മാവിന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ത്രിയേകനാഥന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
hallelujah, 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 hallelujah. ഔസേപ്പുതാതന്റെ മധ്യസ്ഥം ഞങ്ങൾ തേടുന്നു തമ്പുരാനെ. Hallelujah, 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 hallelujah. ദൈവമക്കൾ പാടുന്നു, കരഘോഷമോടെ പാടുന്നു. Hallelujah, 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 hallelujah. ഈ നാടിനെ അങ്ങേകുന്നു, അനുഗ്രഹം ചൊരിയണേ മിശിഹായേ. Hallelujah, 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 hallelujah. ഇടവകയെ അങ്ങേകുന്നു, അനുഗ്രഹം ചൊരിയണേ മിശിഹായേ. Hallelujah, 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 hallelujah. കേരള നാടിനെ നൽകുന്നു, അനുഗ്രഹിക്കണമേ തമ്പുരാനെ. Hallelujah, 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 hallelujah. ഭാരത നാടിനെ നൽകുന്നു, അഭിഷേകം ചൊരിയണേ റൂഹായേ. Hallelujah, 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 hallelujah. ലോകം മുഴുവന് നൽകുന്നു, ബന്ധനങ്ങൾ നീക്കണേ ഈശോയേ. Hallelujah, 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 hallelujah. തിരുസഭയെ അങ്ങേകുന്നു, അഭിഷേകം ചൊരിയണേ ഈശോയേ. Hallelujah, 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 hallelujah. അഭിഷിക്തരെ അങ്ങേകുന്നു, അഭിഷേകത്താൽ നിറയ്ക്കണമേ. Hallelujah, 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 hallelujah. കുടുംബങ്ങളെ അങ്ങേകുന്നു, ചിരകാലം വാഴണേ ഈശോയേ. Hallelujah, 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 hallelujah. മാതാപിതാക്കളെ നൽകുന്നു, അനുഗ്രഹിക്കണമേ തമ്പുരാനെ. Hallelujah, 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 hallelujah. ദമ്പതിമാരെ നൽകുന്നു, ഐക്യത്തിലവരെ കാക്കണമേ. Hallelujah, 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 hallelujah. യുവതിയുവാക്കളെ നൽകുന്നു, വിശുദ്ധിയിലവരെ കാക്കണമേ. Hallelujah, 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 hallelujah. വിദ്യാർത്ഥികളെ നൽകുന്നു, ജ്ഞാനത്തിലവരെ നയിക്കണമേ. Hallelujah, 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 hallelujah. കുഞ്ഞുങ്ങളെ അങ്ങേകുന്നു, അങ്ങേ കൈകളിൽ താങ്ങണമേ. Hallelujah, hallelujah, hallelujah,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗികളെ അങ്ങ് കേകുന്നു, സൗഖ്യം പകരണേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധിതരെ അങ്ങ് കേകുന്നു, ബന്ധനങ്ങൾ നീക്കണേ തമ്പുരാനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപികളെ അങ്ങ് കേകുന്നു, പാപം പൊറുക്കണേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നു, അഭിഷേകം നൽകണേ മിശിഹായേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുള്ളിച്ചാടി പാടിക്കോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കര ഉയർത്തുകൊട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 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 ദൈവപിതാവേ ദൈവകുമാര ദൈവാത്മാവേ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. കുമ്പിട്ട് ആരാധിക്കാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എഴുന്നേറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ. മനമിടിഞ്ഞോരേ മാടി വിളിക്കുന്നവൻ, മുറിവണിഞ്ഞോരേ തേടി അണയുന്നവൻ. മനമിടിഞ്ഞോരേ മാടി വിളിക്കുന്നവൻ, മുറിവണിഞ്ഞോരേ തേടി അണയുന്നവൻ. നിണമണിഞ്ഞ പാണി നീട്ടി തലോടും നിതാ, വീണ തനയര് വീണ്ടെടുക്കാൻ കാത്തു നിൽക്കുന്നു. നിണമണിഞ്ഞ പാണി നീട്ടി തലോടും നിതാ, വീണതനയരെ വീണ്ടെടുക്കാൻ കാത്തു നിൽക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ലോക സുഖം തേടി ഓടുന്നോരേ, സുരലോകം തേടുവാൻ വിളിക്കുന്നവൻ. ഈ ലോക സുഖം തേടി ഓടുന്നോരേ, സുരലോകം തേടുവാൻ വിളിക്കുന്നവൻ. ജഡം നൽകും സുഖം വിട്ട് പറന്നുയരാ, വരം നൽകി അണയുന്നു തിരുവോസ്തിയിൽ. ജഡം നൽകും സുഖം വിട്ട് പറന്നുയരാ, വരം നൽകി അണയുന്നു തിരുവോസ്തിയിൽ. പാപദംശനമേറ്റ ആത്മം നീറിടുമ്പോൾ, രോഗപീഡയാൽ ദേഹം തളർന്നിടുമ്പോൾ, പാപദംശനമേറ്റ ആത്മം നീറിടുമ്പോ, രോഗപീഡയാൽ ദേഹം തളർന്നിടുമ്പോൾ, ജീവനേകും അപ്പമായി യേശു വരുന്നു, പൂർണ്ണ സൗഖ്യം നൽകുവാനണയുന്നിതാ. ജീവനേകും അപ്പമാ യേശു വരുന്നു, കരമുയർത്തി പൂർണ്ണ സൗഖ്യം നൽകുവാൻ അണയുന്നിതാ. സ്വരമുയർത്തി പഠിക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാ ദുരാത്മശക്തികളും നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ ശക്തി എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശ്ശീല ബന്ധനത്തിൻ പടുകുഴിയിൽ കരയേറാനാവാതെ വലയുന്നോരേ, ദുശ്ശീല ബന്ധനത്തിൻ
പടുകുഴിയിൽ കരയേറാനാവാതെ വലയുന്നോരേ കൈപിടിച്ചുയർത്തുവാനണയും നിതാ കരുണാമയൻ നാഥൻ എഴുന്നള്ളുന്നു. കൈപിടിച്ചുയർത്തുവാൻ അണയും നിതാ കരുണാമയൻ നാഥൻ എഴുന്നള്ളുന്നു. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, കർത്താവിന്റെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും വിട്ടുപോട്ടെ, ആശ്വാസം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആശുപത്രിയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകൾക്കും വേണ്ടി, നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ, വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷമുള്ള ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് പാടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മുമ്പിൽ യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ വളരെയേറെ പാപകരമായ, അപകടകരമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജീവിക്കുന്നതും പഠിക്കുന്നതും. ഓരോ ആഴ്ചയിലും ധ്യാനിക്കാൻ വരുന്ന അനേകം കുടുംബങ്ങളുടെ കണ്ണീർ അവിടെ വീഴുന്നത് ഭൂരിഭാഗവും അവരുടെ രോഗങ്ങൾ ഓർത്തുള്ളതല്ല. പിഴച്ചു പോകുന്ന മക്കൾ യേശുവിനെ ഉപേക്ഷിച്ച്, സഭയെ ഉപേക്ഷിച്ച്, വിശ്വാസം ഉപേക്ഷിച്ച്, അന്ധവിശ്വാസമുള്ളവരെയും അവിശ്വാസികളെയും വിവാഹം ചെയ്ത് പോകുന്ന യുവതി യുവാക്കളുടെ എണ്ണം പെരുകുന്നു. അങ്ങനെ ലവ് ജിഹാദുകാരും അതുപോലെ തന്നെ വിശ്വാസികളെ വഴിപിഴപ്പിക്കുന്ന സംഘടനകളും വ്യാപകമായി യുവതി യുവാക്കളെ പിശാചിന്റെ പിടിയിൽപ്പെടുത്തി ഇതുപോലുള്ള വിവാഹ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്കോ കൊണ്ടുപോകുന്നു. അനേകം ചെറുപ്പക്കാർ നശിക്കുന്നു. അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി സ്കൂൾ കോളേജ് തലങ്ങളിൽ മയക്കുമരുന്ന് വിൽക്കാനും വിതരണം ചെയ്യാനും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ മിനിഞ്ഞാത്ത പത്രത്തിൽ കണ്ടല്ലോ. 3 യുവാക്കളെ, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനെ, അതും ക്രിസ്ത്യാനി കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 കിലോ കഞ്ചാവുമായിട്ട് അവരെ പിടികൂടിയത്. അടുത്ത കാലത്തൊരു വാർത്ത ഞാൻ കേട്ടു. ഒരു കോളേജിൽ പഠിക്കുന്നതിൽ 30ഓളം കുട്ടികൾ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഏജൻസിയിൽ, അതിൽ പെൺകുട്ടികളുമുണ്ട്. ആൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ കൊണ്ട് ഇത് കൊടുത്തിട്ട് വന്നാൽ വൻതുക കിട്ടുമെന്നുള്ളത് കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനും പണമുണ്ടാക്കാനും വേണ്ടി പെൺകുട്ടികൾ പോലും പാപത്തിനിറങ്ങുന്നു. അവർ വീഴാൻ പോകുന്ന വൻകുഴിയെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ വിശുദ്ധിയെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. നിത്യജീവനെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. ഏറിയാൽ 80ഓ 100ഓ ഉള്ള ഈ ലോക ജീവിതം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തും? ഇപ്പോൾ ഈ പൗഡർ ഇട്ടും പെയിന്റ് അടിച്ചും അല്ലെങ്കിൽ പെർഫ്യൂം അടിച്ചും ഒക്കെ സൂക്ഷിക്കുന്ന ഈ ശരീരം, സൗന്ദര്യമുണ്ടെന്ന് പറയുന്ന ശരീരം, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ശവമായി തീർന്നു. നിങ്ങളിപ്പോൾ എന്നെ മാത്യു അച്ചാന്നാ വിളിക്കുക, കൊച്ചു മാത്യു അച്ചാന്നാ വിളിക്കുക. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശവമെന്നാ വിളിക്കുക. പ്രിയപ്പെട്ടവരെ,
ഈ ശവമായി നമ്മുടെ ദേഹം മാറുമ്പോൾ നമ്മൾ ഈ അലങ്കരിച്ച ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് പോകണം. പിന്നെ ഉണ്ടാകുന്നത് ആത്മാവാണ്. ഈ ആത്മാവ് ദൈവത്തിന്റെ അടുത്ത് എത്തണമെങ്കിൽ ഈ ലോകത്ത് തന്നെ ദൈവരാജ്യത്തിന്റെ മക്കളായിട്ട് ജീവിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു കുട്ടിയിരിക്കുന്നു. SSLCക്ക് 96% മാർക്ക് മേടിച്ച കുട്ടി +2 കഴിഞ്ഞപ്പോഴേക്ക് 44% മാർക്കിൽ പരാജയത്തിന്റെ പടുകൂടി നിൽക്കുക. ഒരിടത്തും അഡ്മിഷൻ കിട്ടില്ല. നെഞ്ചുരുകി കരഞ്ഞ മാതാപിതാക്കൾ അവിടെ ധ്യാനിക്കാൻ കൊണ്ടുവന്നു. അവൻ മാനസിക രോഗിയെ പോലെ പെരുമാറുന്നു, ഉറക്കമില്ല. അവന് പറയുന്നു, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. ഇവന് വട്ടാണോ എന്ന് വീട്ടുകാർക്ക് സംശയം, പിശാച് പിടിച്ചാണോ നാട്ടുകാർക്ക് സംശയം. അങ്ങനെയാ വന്നത്. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, മോൻ്റെ മൊബൈൽ ഫോൺ എന്തെന്ന് ചോദിച്ചു. അവൻ്റെ നേരെ തുറച്ചു നോക്കി. അപ്പൻ്റെ അമ്മയുടെ കൈ വിട്ടിട്ട് അവൻ ഇറങ്ങി ഓടാൻ നോക്കി. പെട്ടെന്ന് ഞാൻ വാതിലടച്ചുകൊണ്ട് അവന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, മോനെ, നിന്നെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാ പറയുന്നത്, നിന്റെ മൊബൈൽ എവിടെയെന്ന് ചോദിച്ചു. അവൻ എൻ്റെ നേരെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, പപ്പയോടും മമ്മിയോടും പുറത്തിറങ്ങാൻ പറയാൻ പറഞ്ഞു. അപ്പം പപ്പയും മമ്മി പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇറങ്ങിയാൽ അച്ഛനെ ഇവൻ ഉപദ്രവിക്കുക. ഞാൻ പറഞ്ഞു, സാരമില്ല. അപ്പനും അമ്മയും ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ, എൻ്റെ മൊബൈൽ എവിടെയാന്ന് ചോദിച്ചു. എന്തിനാ അച്ഛൻ ചോദിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൊബൈലിൻ്റെ അകത്ത് ഒരു ദുരാത്മ ശക്തി കട്ട പിടിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്, കർത്താവ് കാണിച്ചു തന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതാണ് എൻ്റെ പ്രശ്നം. മൊബൈലിനകത്ത് 120 ബ്ലൂ ഫിലിംസ് ആണ് കയറ്റിയിട്ടിരിക്കുന്നത്. നഗ്ന ചിത്രങ്ങള്, ലൈംഗിക കേളികളുടെ ചിത്രങ്ങള് ഈ +2 പഠിക്കുന്ന കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആരാണ്? സ്ത്രീകളും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, പുരുഷന്മാരും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വഴിപിഴപ്പിച്ച് കൂട്ടുകാരികളെ ഇവരുടെ കൂടെ കൂട്ടിയിട്ട് പെൺപാണിവ സംഘത്തിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. അതിന് 25,000 രൂപ പോലും അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മോനെ, നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നിന്റെ അപ്പനും അമ്മയും വിശുദ്ധരായതോടെ നീ തിരിച്ചു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സ്കൂളുകളും കോളേജുകളും ഉണ്ട്. മാതാപിതാക്കൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ജോബ് 1:10 വചനമുണ്ട്. സാത്താൻ കർത്താവിന്റെ പക്കൽ നിന്നപ്പോൾ കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ ജോബിനെ കണ്ടോ? അവനെ പോലെ നീതിമാൻ നിഷ്കളങ്കരും നിർമ്മലുമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉടനെ സാത്താൻ പറഞ്ഞു, ജോബ് നീതിമാനും നിഷ്കളങ്കരും നിർമ്മലനുമായിരിക്കുന്നത് വെറുതെ അല്ല. നീ അവന് ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും, വസ്തുവകൾക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകിയിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ചുറ്റും കർത്താവ് കെട്ടുന്ന അഭിഷേകത്തിന്റെ വേലി തകർന്നു പോയാൽ പിശാച് അവിടെ കോട്ട കെട്ടും. അതിനാ ബന്ധനം എന്ന് പറയുക. പിശാചിന്റെ കോട്ട, പിശാചിന്റെ വേലി, അതാണ് ബന്ധനം. ദൈവം തരുന്ന കൃപയുടെ കോട്ട, അതാണ് യേശു 26:1 നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. സക്കറിയ 9:8, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കത്തക്ക വിധം എൻ്റെ ഭവനത്തിനു ചുറ്റും ഞാൻ പാളയം അടിച്ച് കാവലേർപ്പെടുത്തും. മർദ്ദകൻ അവരെ തൊടുകയില്ല, എൻ്റെ ദൃഷ്ടി അവൻ്റെ മേലുണ്ടായിരിക്കും. സക്കറിയ 2:5, അഗ്നി കൊണ്ട് ഞാൻ അവർക്ക് ചുറ്റും കോട്ട കെട്ടും. സക്കറിയ 2:8, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത്, അവർക്കെതിരെ കയ്യോങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ 3:2, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു, ഇസ്രായേലിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. ദൈവം നമുക്ക് ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ടെന്ന് സങ്കീർത്തനം 27:1, 31:3, സങ്കീർത്തനം 18:2, സങ്കീർത്തനം 71:3, സങ്കീർത്തനം 91:2, സങ്കീർത്തനം 144:2, സങ്കീർത്തനം 59:9, 16 വചനങ്ങൾ, സങ്കീർത്തനം 62:6 പറഞ്ഞിരിക്കുക കർത്താവ് കെട്ടുന്ന കോട്ട. ഈ സ്വർഗീയ കോട്ട തകരുന്ന എപ്പോഴാ? പാപം സംഭവിക്കുമ്പോൾ, പ്രാർത്ഥനയില്ലാതാകുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ ജീവൻ സ്വീകരിക്കാതിരിക്കുമ്പോൾ, വിശുദ്ധരുടെ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധരുടെ കൂട്ടായ്മ ഇല്ലാതിരിക്കുമ്പോൾ, കാവൽമാലാഖമാരുടെ കൂട്ടായ്മ ഇല്ലാതിരിക്കുമ്പോൾ. ഇതിനൊക്കെ കുടുംബ പ്രാർത്ഥന, ഇതിനാണ് ഇടവക ശുശ്രൂഷ, ഇതിനാണ് ധ്യാന കേന്ദ്രങ്ങൾ, കൺവെൻഷനുകൾ. മക്കളെ, ഞാൻ കരഞ്ഞു പറയുക, എൻ്റെ ഈ 52 വയസ്സ് ജീവിതത്തിനിടയ്ക്ക് ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ കാര്യം, യുവതലമുറയെ വഴിതെറ്റിക്കാനായിട്ട് സാത്താൻ ഒരുക്കി വെച്ച ഗണികളെ കുറിച്ച് മാതാപിതാക്കൾ അജ്ഞരാണ്. അവർക്ക് അറിഞ്ഞുകൂടാ. മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്, ഇതിനോട് എല്ലാം പിശാച് കയറി പിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ തകർക്കാൻ, പിശാചിനെ തകർക്കുന്ന പണി നമ്മുടെ അല്ല. പിശാച് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ അവർക്ക് ചുറ്റും നമ്മൾ സ്വർഗീയ കോട്ട പ്രാർത്ഥന വഴി കെട്ടിക്കൊടുക്കണം. അഭിഷേകത്തിന്റെ വേലി കെട്ടിക്കൊടുക്കണം. മാതാപിതാക്കൾ വിശുദ്ധരാകണം. അശ്ലീല സിനിമ, അശ്ലീല ഇന്റർനെറ്റ് സൈറ്റുകളിൽ പോകരുത്. വേണ്ടാത്ത ബന്ധങ്ങൾ വേണ്ട.
പക്വതയില്ലാത്ത അശുദ്ധമായ സംഭാഷണങ്ങൾ വേണ്ട. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. ദിവസവും നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ വേണം. എന്നിട്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ചെന്നിട്ട് അവരെ ആൾക്കാരെ കാഴ്ചവെക്കണം. എന്നിട്ട് കാഴ്ചവെപ്പിന്റെ സമയത്ത് അവരെ ഒന്നുകൂടി സമർപ്പിക്കുക. വീട്ടുപകരണങ്ങൾ, ജോലി, വരുമാന മാർഗങ്ങൾ, അതുപോലെ മക്കള്, ബന്ധുക്കൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി എല്ലാവരും കൊടുക്കണം. അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, കടലിൽ മീനില്ല, മുഖുവര് ദാരിദ്ര്യത്തിലാകുന്നു. പ്രിയപ്പെട്ടവരെ, കടലിൽ മീനെ കൊണ്ടുവരാൻ തമ്പുരാന് പറ്റും, അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവിന് പറ്റും. നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മീയരാകണം. ഈ ധ്യാനത്തിന്റെ ഉണർവ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടുപോകരുത്. ഈ ഇടവക ധ്യാനത്തിന്റെ അഭിഷേകം 1 മാസത്തേക്ക് നിന്നാ പോരാ, ജീവിതാന്ത്യം വരെ നിലനിൽക്കണം. അതുകൊണ്ട് ഈശോയുടെ നേരെ കരം നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 2 കരവും നീട്ടിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ വേഗം വരൂ, യേശുവേ രക്ഷകാ വേഗം വരൂ. ആത്മാവിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. കരങ്ങൾ ഉയർത്തി. ആത്മാവിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. യേശുവേ രക്ഷകാ വേഗം വരൂ, യേശുവേ രക്ഷകാ വേഗം വരൂ. മാനസത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, മാനസത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. യേശുവേ രക്ഷകാ വേഗം വരൂ, യേശുവേ രക്ഷകാ വേഗം വരൂ. ശരീരത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, ശരീരത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. യേശുവേ രക്ഷകാ വേഗം വരൂ, യേശുവേ രക്ഷകാ വേഗം വരൂ. കുടുംബത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, കുടുംബത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. പൂർവികരിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, പൂർവികരിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. മാതാപിതാക്കളിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, മാതാപിതാക്കളിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. മക്കളിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, മക്കളിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ. കുടുംബത്തിൽ വീണ ചങ്ങല അഴിക്കാൻ വരൂ, കുടുംബത്തിൽ വീണ ചങ്ങല അഴിക്കാൻ. യേശുവേ പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവരും മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവേ ഈശോയുടെ നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. യേശുവേ അഭിഷേകം നൽകാൻ യേശുവേ വരൂ, അഭിഷേകം നൽകാൻ യേശുവേ വരൂ. പാപമോചനം നൽകാൻ രക്ഷകാ വരൂ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി കരങ്ങൾ ഉയർത്തി. എഴുന്നള്ളുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശോഭയാർന്നു വാഴും തിരുവോസ്തിയിൽ കൃപ തൂകി എഴുന്നള്ളും ഈ നിമിഷം. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.